ஊஞ்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. എന്റെ ഭഗവാനെ, ആരീ വന്നിരിക്കുന്നേ? കിച്ചു, നന്ദു, നിങ്ങളെന്താ ഇവിടെ? ആ പപ്പയും അമ്മയും എങ്ങനെയാ ഇവർക്കറിയുന്നേ? സുഭദ്രാമേ, ഞാനും അതെന്നെ ആലോചിച്ചേ. അമ്മ എങ്ങനെ ഇവിടെ എത്തി? ഇത് നല്ല കഥ. ഇവിടെയാ കണ്ണൻ താമസിക്കുന്നേ. ഞങ്ങള് കണ്ണന്റെ അടുത്തോട്ട് വന്നതാ. കണ്ണൻ? അത് ഞാനാ അങ്കിൾ. കിച്ചു എന്റെ മോനാ, കാർത്തി. കണ്ണൻ. നിന്നെ ഞങ്ങൾ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലാടോ. വല്ലാത്തൊരു സർപ്രൈസായി. നിങ്ങളെന്താ മക്കളെ ഒന്നും മിണ്ടാത്തെ? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു വന്നതാണോ? പറ, എന്തെങ്കിലൊക്കെ പറയുന്നേ. അമ്മേ, ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. പക്ഷെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു വന്നതൊന്നുമല്ല. കണ്ണന്റെ ഫാമിലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അവൻ കൂട്ടിക്കൊണ്ട് വന്നതാ. എന്ന് വെച്ചാ അഞ്ചു മോള് നിങ്ങളുടെ മോളാണോ? അതെ അമ്മേ, അഞ്ചു ഞങ്ങളുടെ മോളാ. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എന്റെ കിച്ചുവിന്റെ മോളാണോ ഇത്? എനിക്ക് വയ്യ, സന്തോഷായി. എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഇത് നമ്മൾ ഉറപ്പിച്ചു. നന്ദു, നിങ്ങളുടെ കല്യാണശേഷം ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. ഇടക്ക് ചോദിക്കുമ്പോഴൊക്കെ പറയും നിങ്ങൾ എറണാകുളത്ത് സെറ്റിലായത്. എത്ര കാലായി നമ്മളൊന്ന് കണ്ടിട്ട്? അത് കല്യാണം കഴിഞ്ഞ് ഏട്ടന് ബിസിനസ്സിലൊക്കെ ആകെ ബിസി ആയിപ്പോയി. അപ്പൊ പിന്നെ എപ്പോഴും ഇങ്ങനെ വന്നു പോകാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ അവിടെ അങ്ങ് സെറ്റിലായതാ. പിന്നെ വല്ലപ്പോഴൊക്കെ വന്നെങ്കിൽ വന്നു, അങ്ങനെയായി. ഏതായാലും എല്ലാം ദൈവത്തിന്റെ ഒരു കളിയാ. അതുകൊണ്ടല്ലേ കണ്ണനും അഞ്ചും ഇഷ്ടത്തിലായതും കല്യാണം ചർച്ച ചെയ്യാന് നമ്മളെല്ലാരും അറിയാതെ തന്നെ കണ്ടുമുട്ടിയതൊക്കെ. അല്ലെങ്കിൽ ഈ അടുത്തൊന്നും നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങള് കാണുമായിരുന്നോ? അതെ, അതമ്മ പറഞ്ഞത് വളരെ ശരിയാ. ദയവായിട്ടാ അവരെ ഒരുമിപ്പിച്ചേ. അതല്ലേ അമ്മയുടെ ഏറെ കാലത്തെ ആഗ്രഹം ഇപ്പൊ നടക്കാൻ പോകുന്നേ. ശരിയാ, എന്റെ ആഗ്രഹമായിരുന്നു ജാനിയുടെ വീട്ടിൽ നിന്ന് എന്റെ മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലൊക്കെ ആയിട്ട് ഒരു ബന്ധം വേണമെന്ന്. ആദ്യം ഞാൻ മഹിയെ വേണിയെ ആലോചിച്ചതായിരുന്നു. പിന്നെ എന്തുകൊണ്ടോ അതങ്ങ് നടന്നില്ല. പക്ഷേ അതിപ്പോ ദൈവം കൊച്ചുമക്കളിലൂടെ നടത്തി തരുന്നു. എനിക്ക് സന്തോഷായി. അല്ല കിച്ചു, നിങ്ങളിത് ജാനുവിനോട് പറഞ്ഞോ? ഇല്ല, അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. ഇതേപ്പറ്റി ഒരു തീരുമാനമായിട്ട് വീട്ടിൽ ഡിസ്കസ് ചെയ്യാന്നാ വിചാരിച്ചിരുന്നത്. അത് തന്നെ നല്ലത്. ഞാൻ തന്നെ അവളോട് പറഞ്ഞോളാം. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് തന്നെ നാട്ടിലോട്ട് പോവാം. എന്നിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. എല്ലാം അമ്മ പറയുന്ന പോലെ. അവളുടെ ഇപ്പത്തെ അവസ്ഥ അറിയാലോ. അപ്പൊ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ തീരുമാനം. അറിയാം മോളെ, കണ്ണനെല്ലാം ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾ വിഷമിക്കണ്ട. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് കല്യാണം നടത്താം. ഒരു കാര്യം ചെയ്യാം ലക്ഷ്മി, കണ്ണന്റെ ജാതകം നീ ഇവർക്കൊന്ന് കൊടുക്ക്. അവര് നോക്കിയെടുത്ത് തന്നെ രണ്ടുപേരുടെയും ജാതകം നോക്കി നല്ലൊരു മുഹൂർത്തം കുറിച്ചോട്ടെ. അമ്മ, നാട്ടിലെത്തിയിട്ട് ഞാൻ കൊടുത്തോളാം. അതല്ല, നിങ്ങൾക്കതിലപ്പോ കുഴപ്പമൊന്നുമില്ലേ? ഇതിലിപ്പോ കുഴപ്പം പറയാൻ എന്താ കിച്ചു? ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ കല്യാണം നടത്തേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. എങ്ങനെയൊക്കെയാലും നമ്മുടെ മക്കളുടെ സന്തോഷല്ലേ നമുക്ക് വലുത്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അല്ല, ഇവരൊക്കെ സത്യങ്ങൾ അറിഞ്ഞോ? അഞ്ചു പ്രഗ്നന്റ് ആണെന്ന് അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? ചെറിയച്ഛൻ എന്തായി ഒറ്റക്ക് നിന്ന് പുറപുറക്കുന്നേ? ഒന്നുമില്ല മോനെ. അല്ല, അമ്മയുടെ സംസാരം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അഞ്ചു പ്രഗ്നന്റ് ആണെന്ന് നീ അമ്മയോടൊക്കെ പറഞ്ഞോ? ഇല്ലല്ലോ. ചെറിയച്ഛൻ പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അമ്മയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് മനസ്സിലായ പോലെ. അതാ ജാതകദോഷത്തിന്റെ കാര്യമായിരിക്കും പറയുന്നേ. അങ്ങനെ. എന്നാ കുഴപ്പമില്ല. അതല്ല, നീ ഇവരോട് പറഞ്ഞിരുന്നോ പ്രഗ്നന്റ് ആണെന്ന കാര്യം? വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്ന്? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എടാ, അപ്പൊ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവില്ലേ? എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ എന്തായാലും ഇങ്ങനെ പോട്ടെ. എന്താണ് കണ്ണാ, ചെറിയച്ഛനും മോനും കൂടി ഒരു സംസാരം? അതച്ചമ്മ,
അഞ്ജുവിന്റെ പാരൻസിന് ഇവിടെ എങ്ങനെ പരിചയം എന്ന് ചോദിക്കുമായിരുന്നു. അതാണോ കാര്യം? നിനക്ക് ഓർമ്മയില്ലേ എന്റെ സപ്തതിക്ക് നീയും ഹരിയും കൂടി പോയത് ജാനുവിന്റെ വീട്ടില്? ആ ജാനുവിന്റെ ഇളയ മകനാണ് ഈ കൃഷ്ണൻ. കൃഷ്ണന്റെ മോളാണ് അഞ്ജു. ഇപ്പൊ മനസ്സിലായോ? ആ അച്ഛമ്മേ, മനസ്സിലായി. വെറുതെ അല്ല അന്ന് ഞാൻ അവളെ കണ്ടവിടെ. അതുപോലെ തന്നെ അവൾ അന്ന് അച്ഛമ്മന്റെ സപ്തതിക്കും വന്നിട്ടുണ്ടാവണം. നിന്നായം പോലെ ഞാനന്ന് കണ്ടതാണല്ലോ. എന്നാ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് തന്നെ നാട്ടിലോട്ട് തിരിച്ചാലോ മഹി? ഹാ അമ്മ, എന്തിനാ വൈകിക്കുന്നേ? എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം നടത്താലോ. കിച്ചു, നന്ദു, നിങ്ങളും ഞങ്ങളുടെ കൂടെ നാട്ടിലോട്ട് പോരുന്നില്ലേ? ആ അമ്മ, ഞങ്ങളും വരാം. എന്റെ ഈശ്വര, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എല്ലാരും കൂടി ഈ നാട്ടിലോട്ട് പോവാണോ? ഇല്ല, സമ്മതിക്കില്ല. ഇതെങ്ങനെയും തടഞ്ഞേ പറ്റൂ. അച്ഛമ്മ, ഞാനും അഞ്ജുവും നാട്ടിലോട്ട് വരുന്നില്ല. നിങ്ങളെല്ലാരും കൂടി പൊക്കോ. അതെന്താ കണ്ണ നിങ്ങൾ രണ്ടുപേരും വരാത്തെ? അത് പിന്നെ എനിക്കിവിടെ 2 ദിവസത്തിന് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അഞ്ജുവിന് എന്തോ ഓഫീസിൽ അർജന്റായിട്ട് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്ത് ഞങ്ങളെ അറിയിച്ചാൽ മതി. കല്യാണത്തിന് മുന്നേ ഞങ്ങൾ അങ്ങോട്ട് ലീവ് എടുത്ത് വരാം. ഓ, അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞങ്ങളെല്ലാരും കൂടി എന്നാ ഇന്ന് നാട്ടിലോട്ട് പോവാം. എന്റെ അഞ്ജു, എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നടക്കുന്നേ? നിന്റെ കല്യാണം ഉറപ്പിച്ച മട്ട് തന്നെയാ. ഈ അടുത്ത് നല്ലൊരു കല്യാണ സദ്യ കൂടാം, അല്ലേടി? എന്റെ പൊന്നു പ്രീതി, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് എനിക്ക് വട്ട പിടിച്ചിരിക്കുക. എവിടെ അവനെ ഒന്ന് കാണട്ടെ ഞാൻ. ഓ, വലിയ കളിയും ചിരിയാണല്ലേ. കാണിച്ചു തരാം ഞാൻ. മോനെ കണ്ണാ, നിന്നെ അവിടെ ഒരാളതാ നോക്കി ദഹിപ്പിക്കുന്നു. വേഗം ചെല്ല്. ഇതൊക്കെ എന്ത് ചെറിയച്ചാ, നമുക്ക് തണുപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പ വരാവേ. എന്താണ് മിസ്റ്റർ വൈഫി, നല്ല കലിപ്പിലാണല്ലോ. ടോണ്ടിനോ, തനിക്കറിയില്ലേ താനിവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഒരു ഫേക്ക് മാരേജിന് വേണ്ടിട്ടാണോ ഈ കണ്ട പ്രഹസനം? അതിന് ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് ആര് പറഞ്ഞു? നീ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? നീ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നോ? നിന്റെ പാരന്റ്സിനോട് പറഞ്ഞിരുന്നോ? അഞ്ജു, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നിന്റെ വീട്ടില് നീ പറഞ്ഞിരുന്നോ ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന്? ഇതൊക്കെ ഞാൻ തന്നോട് പറയേണ്ട ആവശ്യം എന്താ? എന്നോട് പറയേണ്ട ആവശ്യം എന്താന്നൊക്കെ ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞു തരാം. ആദ്യം ഞാൻ ആന്റിനെ അങ്കിളിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. നോ, അതിന്റെ ആവശ്യം എന്താ? ഞാനുമായിട്ടുള്ളത് ഞാനുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്താൽ മതി. എന്റെ പാരന്റ്സിനെ ഇതിലോട്ട് വലിച്ചയക്കണ്ട. വൈ? നീ നിന്റെ പപ്പയോടും അമ്മയോടും ഒന്നും പറയാതിരിക്കുന്ന പ്രകൃതി അല്ലല്ലോ. നീ എന്താ ഈ ഫേക്ക് മാരേജിനെ പറ്റി അവരോട് പറഞ്ഞിട്ടില്ലേ? ഇയാളോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, താൻ അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ലെന്ന്. തനിക്കെന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? നല്ല പോലെ മനസ്സിലാവും. നിനക്ക് മനസ്സിലാവാത്തത് ഞാൻ നിന്റെ ആരാന്ന് നിനക്കറിയാലോ. നിന്റെ കാര്യത്തിലല്ലാതെ ഞാൻ വേറെ ആരെ കാര്യത്തിൽ വേണം ഇടപെടാൻ? അതുകൊണ്ട് നീ എന്നോട് പറഞ്ഞേ പറ്റൂ. താൻ തന്റെ പാരന്റ്സിനോട് നമ്മുടേത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് അവർക്ക് അറിയില്ല. ആയിനോ, താൻ ഇത് ഓൾറെഡി അറിഞ്ഞിട്ട് തന്നെയാ ഇങ്ങനെ ചോദിക്കുന്നേ? യാ, ഐ നോ. തന്റെ പാരന്റ്സിന്റെ സംസാരത്തിൽ തന്നെ എനിക്കത് മനസ്സിലായിരുന്നു. ഇനി പറ, എല്ലാം വെട്ടി തുറന്ന് പറയാറുള്ള താൻ എന്താ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുമ്പോ ഇത് തന്റെ പാരന്റ്സിനോട് പറയാന്? ഫേക്ക് ആണെന്ന് പറയാതെ റിയൽ ആണെന്ന് പറഞ്ഞ്. ഓക്കെ, ലീവ് ഇറ്റ്. താനതെന്നോട് പറയണ്ട. ഞാനും എൻ്റെ വീട്ടിൽ ഇത് റിയൽ ആണെന്നാ പറഞ്ഞ്. ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും തനിക്ക് കല്യാണം നോക്കുന്നുണ്ട്,
ജാതകത്തിൽ ഇപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുള്ളത്. സോ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിന്റെ ഫാമിലി അവർക്ക് അറിയുന്നതും കൂടി ആയപ്പോൾ ഡബിൾ ഹാപ്പി. അതുകൊണ്ട് തന്നെ താനും വീട്ടിൽ ഇത് റിയലാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ 2 ഫാമിലിയും കൂടി തീരുമാനിച്ച് നടത്താനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒരു രജിസ്റ്റർ മാരേജിൽ മാത്രം ഇത് ഒതുങ്ങില്ല. അത് താനും ഓർക്കണം. അല്ലാണ്ട് എന്നോടിങ്ങനെ മുഖം വെറുപ്പിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യവും ഇല്ല. അതാദ്യം താൻ മനസ്സിലാക്ക്. ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാലോ? ഡു യു തിങ്ക് ഐ കെയർ? ഐ ഡോണ്ട് കെയർ. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കുഞ്ഞിനെ എനിക്ക് തരേണ്ടി വരും. ഈ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെച്ചാലോ? ഈ കുഞ്ഞിന്റെ പേരിലല്ലേ എനിക്ക് തന്നെ കല്യാണം കഴിക്കേണ്ടി വരുന്നത്? ഈ എല്ലാ ഡ്രാമയും അതങ്ങ് നിർത്താം. ഇതിനങ്ങ് വേണ്ടെന്ന് വെക്കാം. അപ്പോഴോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, വേണ്ടെന്ന് വെച്ചോ. പക്ഷെ ആ കുഞ്ഞിവിടെ ജനിക്കും. അതിനെ ഞാൻ വളർത്തും. തനിക്കെന്തായാലും അബോർട്ട് ചെയ്ത് കളയാനുള്ള പെർമിഷൻ ഇല്ല. അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇനി ആ കുഞ്ഞിനെ എനിക്ക് വേണം. അത് പറയാൻ താനാരാ? എന്റെ ലൈഫ്, എന്റെ ബോഡി, എന്റെ ചോയ്സ്. അതിനകത്തുള്ളത് ദാറ്റ്സ് മൈൻ. ആക്ച്വലി വാട്ട്സ് യുവർ പ്രോബ്ലം നൗ? താൻ ക്യാരിങ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ അബോർട്ട് ചെയ്യാന്ന്. അപ്പൊ തനിക്കത് ചെയ്യണ്ട. അങ്ങനെ അവസാനം കല്യാണം കഴിക്കാന്നൊരു തീരുമാനത്തിലെത്തിയപ്പോ തനിക്കിപ്പോ അതും വേണ്ട. ഇപ്പൊ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. എന്താണ് തന്റെ പ്രശ്നം? എനിക്ക് തന്നെ ഇഷ്ടമല്ല. താൻ എന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക്. ഓ യാ, ദാറ്റ്സ് യുവർ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഇനി തന്നെ കൺട്രോൾ ചെയ്യാനൊന്നും വരില്ല. പക്ഷെ ഈ കല്യാണം ഞാൻ നടത്തും. അതിന്ന് പിന്മാറാൻ തനിക്ക് പറ്റില്ല. അല്ല, അതിന് താൻ വിചാരിച്ചാലും മുടക്കാൻ തനിക്ക് സാധിക്കില്ല. എന്റെ ഫാമിലിയും തന്റെ ഫാമിലിയും അത്യാവശ്യം നല്ല ഫാമിലി ഫ്രണ്ട്സ് ആണ്, അതും ക്ലോസ്ഡ്. സോ ഈ പ്രൊപ്പോസൽ ഒരിക്കലും തനിക്ക് മുടക്കാൻ സാധിക്കില്ല. അതെനിക്ക് നല്ല പോലെ ബോധ്യമുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടൊരു കാര്യം കൂടി. ഇന്ന് ഇവിടുന്ന് എല്ലാരും പോകുമ്പോ താനും അവരുടെ കൂടെ പോണം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് വേണ്ട. താൻ അവരുടെ കൂടെ പോണം. ഇതാണ് ലാസ്റ്റ് ആയിട്ട് ഞാൻ തന്നോട് പറയുന്നേ. ഇനി തന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ വരില്ല. ഇറ്റ്സ് മൈ പ്രോമിസ്. കണ്ണ, എന്താ നിന്റെ തീരുമാനം പെട്ടെന്ന് മാറിയേ? നീ ഞങ്ങളുടെ കൂടെ പോര്. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരെ? അത് വേണ്ട ചെറിയച്ചാ, നിങ്ങളെല്ലാരും കൂടി പോക്കോ. എനിക്കിവിടെ പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങ് എത്തിക്കോളാം. അപ്പൊ കാര്യങ്ങളൊക്കെ എന്നെ അറിയിച്ചാ മതി. അതല്ല, എഗ്രിമെന്റിന്റെ കാര്യമൊക്കെ എന്തായി? ഞാൻ പറഞ്ഞ അഡ്വക്കേറ്റിനെ നീ പോയി കണ്ടിരുന്നോ? ചെറിയച്ചാ, ഞാൻ കണ്ടിരുന്നു. ഇനിയും കുറച്ചുകൂടി ഫോർമാലിറ്റീസ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞ സെറ്റാ. പിന്നെ നേരത്തെ അവൾ എന്താ നിന്നോട് പറഞ്ഞേ? ഓ, എന്താ എന്നത്തെ പോലെ എന്നോട് വായിക്കിടലാണല്ലോ അവളുടെ സ്ഥിരം പരിപാടി. അതൊക്കെ തന്നെ, അല്ലാണ്ട് വേറെ സ്പെഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും അവള് കിച്ചേട്ടന്റെ മോളായത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. ചെറിയച്ഛനൊക്കെ അവളുടെ പപ്പയെ അത്രയ്ക്ക് പരിചയമുണ്ടോ? പിന്നെ പരിചയമുണ്ടോന്നോ? ആദ്യമൊക്കെ ഞങ്ങളെല്ലാരും ഒരുമിച്ചല്ലായിരുന്നോ? എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കുണ്ടായിരുന്നു. പിന്നെ കിച്ചേട്ടന്റെ കല്യാണത്തിന് ശേഷം എറണാകുളത്ത് സെറ്റിൽഡ് ആയതാ. അധികം പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ല. ചെറിയച്ചാ, അഞ്ജുവിന്റെ പാരന്റ്സിനെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതാണോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? അതോ, ഞാന് അവളുടെ ഫാമിലിയെ പറ്റി അന്വേഷിച്ചപ്പോൾ വർഷങ്ങളായിട്ട് അവർ സെപ്പറേറ്റഡ് ആയിട്ടാ താമസിക്കുന്നതെന്നാ അറിയാൻ കഴിഞ്ഞ്. അവളാണെങ്കിലോ ഓരോ വീക്കെൻഡിലും ഓരോരുത്തരുടെ അടുത്തായിരിക്കും. ഒരു വീക്കെൻഡിൽ അമ്മയുടെ കൂടെ ആണെങ്കിൽ മറ്റേ വീക്കെൻഡിൽ പപ്പയുടെ കൂടെ. അങ്ങനെയാ അവള് വളർന്നേ. അതെന്താ അങ്ങനെ? അതാ ഞാൻ ചോദിച്ചേ, അവരെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചതാണോന്ന്. അല്ലടാ, അവര് നല്ല കട്ട പ്രേമായിരുന്നു. അങ്ങനെ പിടിച്ചു കെട്ടിച്ചതല്ലേ. എന്നിട്ടെന്താ അവരങ്ങനെ? എന്തെങ്കിലൊക്കെ സൗന്ദര്യ പിണക്കം ഉണ്ടായിട്ടുണ്ടാവും. ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടായാല് വർഷങ്ങളായിട്ട് ഇങ്ങനെ പിരിഞ്ഞു താമസിക്കുവോ? എനിക്കറിഞ്ഞൂടാ. വെറുതെ അല്ല അവരെ കണ്ടപ്പോ തന്നെ ഒരു അകൽച്ചയുള്ള പോലെ തോന്നിയത്. മറ്റേത് രണ്ടാളും ഭയങ്കര ടോക്കറ്റീവായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയ പോലെ. അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. നമ്മളതൊന്നും ഇനി നോക്കാൻ പോണ്ട. അപ്പോ അവരിങ്ങനെ സെപ്പറേറ്റ് ആയി കഴിയുന്നത് അവരുടെ വീട്ടിലൊന്നും അറിയില്ലേ? അറിയില്ല, ചിലപ്പോൾ അറിയില്ലായിരിക്കും. എങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം അവർ എറണാകുളം സെറ്റിൽ ആയതും.
ആരെയും അറിയിക്കണ്ടെന്ന് കരുതിയിട്ടും അവരെന്തായാലും ഡിവോഴ്സ് അല്ല. അത് തന്നെ ആയിരിക്കും. എന്നാലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആരുടെ കാര്യ ഗിരിയേട്ടൻ ഈ പറയുന്നേ? ഓ, ഇവനെ കൊണ്ട്. എടാ അഞ്ജുവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ്. അവൾ എന്നോട് ഈ ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് അഞ്ജു വെച്ച് എന്താ ഗിരിയേട്ടനോട് ചെയ്തേ? അവൾ എന്താ ചെയ്തതെന്നോ? നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട് മനു. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഓ, അതാണോ കാര്യം? അതെവിടെ എല്ലാവർക്കും അറിയാലോ. അതെങ്ങനെ? ചേച്ചി ഇവിടെ വരുമ്പോഴൊക്കെ ഗിരിയേട്ടന്റെ ആ വാലും പൊക്കിയുള്ള വരവും ആ കള്ളച്ചിരിയും ഒളിച്ചുകളിയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ചേട്ടൻ ചേച്ചിയെ പ്രപ്പോസ് ചെയ്തപ്പോ റിജക്ട് ചെയ്ത കാര്യമൊക്കെ മിത്ര ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞു. ഓ, അവള് ഇവിടെ വന്നത് പറഞ്ഞോ? അവള് എന്നെ ചതിക്കുമായിരുന്നു. ഞാൻ ആരോടും പറയരുതെന്ന് അവളോട് പറഞ്ഞതാ. ഓ മാൻ, അതൊക്കെ വിട്. അഞ്ജു ചേച്ചി എങ്ങനെയാ ചേട്ടനെ ചതിച്ചേ? അത് പറ. അവളോട് ആദ്യമായിട്ട് ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞപ്പോ അവൾ എന്നെ റിജക്ട് ചെയ്തെങ്കിലും വീണ്ടും വീണ്ടും അവളെ കാണുമ്പോഴേക്ക് ഒരു പട്ടിയെ പോലെ ഞാൻ അവളുടെ പിന്നാലെ ചെന്ന് എന്റെ ഇഷ്ടം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ എന്റെ ശല്യം സഹിക്കവയ്യാതെ അവൾ എന്നോട് പറഞ്ഞു അവൾ ആരെയും കല്യാണം കഴിക്കില്ല. അവൾക്ക് ഒരു കമ്മിറ്റ്മെന്റിനോടും ലവിനോടും റിലേഷൻഷിപ്പും ഒന്നും താല്പര്യമില്ല. പിന്നെ അവൾ എന്നെ അങ്ങനത്തെ രീതിയിൽ കണ്ടിട്ടില്ലെന്നും ഒരു കാലത്തും അവൾക്കൊരു മാരേജ് ലൈഫ് ഉണ്ടാവില്ലെന്നും അവൾ എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു. അതിനുശേഷമാ ഞാൻ പിന്നെ അവളുടെ പിന്നാലെ പോവാതിരുന്ന്. എന്നിട്ടിപ്പോ അവളിപ്പോ കല്യാണം കഴിക്കുക. എനിക്കിത് സഹിക്കുന്നില്ല മനു. ഞാൻ ഇനി എന്ത് ചെയ്യും? അവൾ എന്നെ ചതിച്ചു. ഇതിലിപ്പോ അഞ്ജു ചേച്ചി ചേട്ടൻ എവിടെ ചതിച്ചു? അതാ എനിക്ക് മനസ്സിലാവാത്തെ. ചേട്ടനെ അങ്ങനെ കാണാൻ പറ്റില്ലെന്ന് ആദ്യം അഞ്ജു ചേച്ചി പറഞ്ഞതല്ലേ. പിന്നെ ഒരു കാലത്തും കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ ആ തീരുമാനം മനുഷ്യനല്ലേ പിള്ളേ, മാറാതിരിക്കുവോ? ഇതിലിപ്പോ ചേച്ചി ചതിച്ചൊന്നും എനിക്ക് തോന്നില്ല. നിനക്കൊന്നും തോന്നില്ല. കാരണം അവൾ ഒരിക്കലും ഒരു കല്യാണം കഴിക്കില്ലെന്നുള്ള ഉറപ്പോട് കൂടിയാ എനിക്ക് വരുന്ന കല്യാണമൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചേ. അറിയോ നിനക്ക്? അവൾക്കൊരു ജീവിതം ഇല്ലെങ്കിൽ എനിക്കൊരു ജീവിതവും വേണ്ടെന്ന് വെച്ചിട്ടാ അമ്മ കൊണ്ടുവരുന്ന ഓരോ കല്യാണം ഞാൻ മുടക്കിയേ. എന്നിട്ടിപ്പോ അവള് സുഖിച്ച് ജീവിക്കുന്നു. ഇനി എനിക്കൊരു നല്ല കല്യാണം വരുമോ? അമ്മ പറഞ്ഞിരിക്കുക ഇനി എനിക്ക് കല്യാണം നോക്കില്ലെന്ന്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മനു. അയ്യേ, എന്റെ പറഞ്ഞു, ഇതിനാണോ ചേട്ടൻ കിടന്ന് വിഷമിക്കുന്നത്? ചിരിയടാ ചിരി. എനിക്ക് പ്രാണവേദന. അപ്പൊ തന്നെ നിനക്ക് വീണവായന തുടങ്ങണം അല്ലേടാ. അല്ലെങ്കിൽ 35 വയസ്സായിട്ട് അമ്മ കഷ്ടപ്പെട്ട ഓരോ പെൺകുട്ടും കൊണ്ടുവന്നേ. അവളെ മാത്രം വിശ്വസിച്ച ഞാൻ അതൊക്കെ മുടക്കി വിട്ടെ. ഇനി എനിക്ക് ആര് പെണ്ണ് തരൂ? പറ, നീ കൊണ്ട് തരുവോടാ? കൂടെയുള്ളമാരൊക്കെ കളിയാക്കാൻ തുടങ്ങി. അവരുടെ മുന്നിലൊക്കെ സിഗ്മ കളിച്ച് ഒരിക്കലും പെണ്ണ് കെട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഇനി ഞാൻ എങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് നോക്കൂ? എനിക്ക് പെണ്ണ് കെട്ടണം. സോറി ചേട്ടാ, മനഃപൂർവ്വം ചിരിച്ചതല്ല. ചേട്ടന്റെ അവസ്ഥയെ ഓർത്തപ്പോ ചിരി വന്നു പോയതാ. സോറി. അപ്പോ ഇപ്പൊ ചേട്ടന്റെ പ്രശ്നം എന്താ? ചേട്ടനൊരു പെണ്ണ് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അതിന് നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. അതിനിങ്ങനെ ചേട്ടൻ വിഷമിക്കല്ലേ. നമുക്ക് എങ്ങനെയും ഒരു പെണ്ണ് സെറ്റാക്കാം, പോരെ? ആദ്യം ചേട്ടൻ ഇങ്ങോട്ട് വാ, നമുക്ക് എൻജോയ് ചെയ്യാം. അവിടെ ഇപ്പൊ ഡാൻസും പാട്ടൊക്കെയാണ്. ചേട്ടനില്ലാതെ എന്ത് ഡാൻസും കൂത്തും. ഇങ്ങ് വാ ചേട്ടാ. മോനെ ഗിരി, നീ എവിടായിരുന്നു? ഗിരിയേട്ടാ, മടിച്ചു നിൽക്കാതെ കളിക്ക് ചേട്ടാ ഡാൻസ്. അറ്റ് ലാസ്റ്റ് നാളെ എൻ്റെ കല്യാണം. അതുകൊണ്ട് അവരെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന കാണാൻ പറ്റിയല്ലോ. ഐ ഡോണ്ട് നോ വൈ ഐ ആം സോ സാഡ്. ഐ നോ ഈ കല്യാണം വെറും ഡ്രാമയാണ്, ഫേക്കാണ്. പക്ഷെ എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം. അതെന്താ ദൈവമേ? അത് പൊതുവെ കല്യാണം അടുക്കുന്തോറും ഗേൾസിന് ഒരു ടെൻഷനും സങ്കടമൊക്കെ സാധാരണയായിട്ടുള്ളതാ.
പ്രീതി, നീ എന്താ ഇവിടെ? അത് ശരി, നിന്നെ അവിടെ ഒന്നും കാണാനില്ല. നിന്നെ അന്വേഷിച്ച് വന്നപ്പോഴല്ലേ നീ ഇവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കണ്ടേ. എന്താടി, എന്താ നിനക്ക് ഇത്ര പ്രശ്നം? ആടോണോ പ്രീതി, എനിക്കറിയില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടലാ. നാളെ എന്റെ കല്യാണം എന്ന് ആലോചിക്കും തോറും എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ എന്ന് തോന്നുക. എന്റെ പൊട്ടി, അതിനിതൊരു ഫേക്ക് അല്ലേ? ഒരു കോൺട്രാക്ട് മാരേജ്. അതിനെന്തിനാടോ താൻ ഇത്ര ടെൻഷൻ ആവുന്നേ? 1 year കഴിഞ്ഞാ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഐ നോ, എനിക്കതൊക്കെ അറിയാം. പക്ഷെ എനിക്കറിയില്ല, എന്തോ എന്നെ പിന്നിലോട്ട് വലിക്കുക. എനിക്ക് ഈ ഒരു സഫോക്കേഷൻ സഹിക്കാൻ വയ്യ പ്രീതി. ഏയ്, ഡോണ്ട് വെറി അഞ്ജു, നീ അതൊക്കെ വിട്. അതാ പറഞ്ഞ് എനിക്കതിന് പറ്റുന്നില്ല. എനിക്ക് സങ്കടം വരിക. എനിക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നുക. എനിക്ക് മനസ്സിലാവും നിന്റെ മാനസികാവസ്ഥ. നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഈ ഇമോഷൻസ് ഒക്കെ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ഗേൾസിനുള്ളതാ. അത് നീ ശരിക്കും കല്യാണം കഴിക്കാൻ പോകുന്ന രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഈ ഇമോഷൻസ് വരുന്നത്. ഇതൊരു ആക്ടല്ലേ, നീ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യേ. അപ്പൊ നിനക്ക് ഈ പ്രശ്നമൊന്നും വരില്ല. ഓക്കെ? ഐ നോ ദാറ്റ് പ്രീതി, എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സ് അതെന്റെ കയ്യിലല്ല. ഐ ഡോണ്ട് നോ, എനിക്ക് എന്താ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡാണ്. അവന്റെ ഏജും എന്റെ ഏജും എല്ലാം കൊണ്ട് ഞാൻ ടോട്ടലി. വാട്ട്? നീ എന്തിനാ ഇപ്പൊ ഏജ് ഒക്കെ ചിന്തിക്കുന്നേ? ഹാ, ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് നോട്ട് റിയൽ. ആം ഐ കറക്റ്റ്? പിന്നെ എന്തിനാ? അത് നമുക്ക് മാത്രമാണ്, നമ്മളുടെ ഇടയിൽ മാത്രമാണ് ഇതൊരു ഫേക്ക് മാരേജ്. ഈ കൂടി ആഘോഷിക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇതൊരു റിയൽ ആണ്. അപ്പോ ഞാനും അവനും തമ്മിലുള്ള ഏജ് ഡിഫറൻറ്റ്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസെക്യൂർഡ് ആണ്. എന്റെ പൊന്നഞ്ചു, ഇന്നത്തെ കാലത്ത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിക്കുന്നേ. ഇതൊക്കെ ആ സ്പിരിറ്റിൽ എടുത്താൽ മതി. മാത്രല്ല, ഇവിടെ ആരും നിങ്ങളുടെ ഏജിനെ പറ്റിയൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, ആരും അറിഞ്ഞിട്ടില്ല. ഇനി അറിയുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാ. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനോ? നിനക്ക് അവനേക്കാൾ 5 വയസ്സ് കൂടുതലാ, അത്രയല്ലേ ഉള്ളൂ. അത് അവനക്കറിയാലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് അവൻ ഡീൽ ചെയ്തോളും. എന്നാലും എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ അറിഞ്ഞിട്ട് മതിയായിരുന്നു ഇങ്ങനൊരു നാടകം. അതെന്താ ഇവർ ഏജിനെ പറ്റിയൊന്നും അറിയാഞ്ഞേ? ഏജൊക്കെ അവിടെ നിക്കട്ടെ, നീ പ്രഗ്നന്റ് ആണെന്ന വിവരം പോലും അവർക്കറിയില്ല. നിന്റെ ഫാമിലിയിലോ നിന്റെ പപ്പക്കും അമ്മക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോ അതൊന്നും വലിയ പ്രശ്നമേ അല്ല. പിന്നെ ഏജിന്റെ കാര്യം, ഇത് എടുപിടിയിൽ നടത്തുന്ന കല്യാണല്ലേ. 14 ദിവസം കൊണ്ടാ ഇപ്പൊ ഈ കല്യാണം ഉണ്ടായേ. അപ്പോ അവരത്രക്കൊന്നും ചിന്തിച്ചു കാണില്ല. മാത്രല്ല, അവരടുത്തറിയാവുന്ന കുടുംബം, നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ടായിരിക്കും. ഇതൊന്നും അറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും കാണില്ലെന്നേ. ഇനി എന്താ ആലോചിച്ചു കൂട്ടുന്ന? എടി, അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? ചോദിക്ക്. ആ, എന്നെ അവനെ കണ്ട എനിക്ക് പ്രായക്കൂടുതലുണ്ടെന്ന് തോന്നുവോ? സത്യം പറയട്ടെ, സത്യമായിട്ടും നിങ്ങൾ നല്ല പെർഫെക്റ്റ് ജോഡിയാ. ഒരിക്കലും നിനക്ക് അവനേക്കാൾ പ്രായമുണ്ടെന്ന് ആരും പറയില്ല. അത്രക്ക് പെർഫെക്റ്റ് മാച്ചിങ് കപ്പിൾസാ. അല്ല, കണ്ണനെങ്ങാനും വിളിച്ചിരുന്നോ? വിളിച്ചിട്ടില്ല. ആ, എന്ത് പറ്റി? നീ അങ്ങോട്ടും വിളിച്ചില്ലേ? ഇല്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടില്ല. ഓ, ആകാശേട്ടൻ പറഞ്ഞ് അവൻ ഇന്നാ വീട്ടിലെത്തിയെന്നാ. ആ, അതങ്ങനെയല്ലേ വരൂ. സ്വന്തം കല്യാണാണെന്നുള്ള ബോധമൊന്നും അവനില്ലല്ലോ. ആ സമയം കൂടി ഏതെങ്കിലും പെമ്പിള്ളാരെ കൂടെ നടക്കുന്നുണ്ടാവും. ഇഡിയറ്റ്. ആ, അതെന്തേലും ആവട്ടെ. നീ വാ, ഇനി ഇവിടെ ഇരുന്ന് ഓരോന്നാലോചിച്ച് കൂട്ടി മൂഡ് കളയണ്ട. നമുക്ക് എൻജോയ് ചെയ്യാം. നീ ചെല്ലേ, ആ റോസിന് കമ്പനി കൊടുക്ക്. അവളിപ്പം നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഹാ, എന്നാ പെട്ടെന്ന് വരണേ. ആടാ, ഞാൻ വരാം. അവനെന്താ അന്ന് പോന്നതിൽ പിന്നെ ഒരു വട്ടം കൂടി എന്നെ വിളിക്കാഞ്ഞേ? മറ്റേത് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വിളിക്കാറുണ്ടല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഏയ് വേണ്ട. അല്ല, വിളിച്ചു നോക്കാം. ആ എഗ്രിമെന്റിന്റെ കാര്യം ചോദിക്കാലോ. ഇവളോ? ഇവളെന്തിനപ്പ എന്നെ വിളിക്കുന്നേ? കണ്ടാ? ആ ചെറിയ എന്താ നീ എന്താ ഇവിടെ നിക്കുന്നേ? എല്ലാരും നിന്നെ അന്വേഷിക്കുക. ഇങ്ങ് വന്നേ. ആ, അത് ഈ കോളൊന്നെടുത്ത് അതൊക്കെ പിന്നെ എടുക്കാം. നീ ഇങ്ങോട്ട് വാ. ഇന്നാ വരുന്നേ. എന്നിട്ട് അവൻ ഫോൺ വിളിച്ച് നടക്കുക. ഒന്ന് ഇങ്ങ് വരുന്നുണ്ടോ? ഇതാ വരുന്ന ചെറിയച്ചാ. കട്ടാക്കിയാ? ഇതവൻ മനഃപൂർവ്വം ചെയ്യുന്നതാ.
ഞാനൊന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിന് പകരം വീട്ടുവാ. എനിക്കറിയാം. ആ ആഞ്ചി ചേച്ചി, ആഞ്ചി ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? എല്ലാരും അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് വാ. ആ മോളെ, ഞാൻ വരാം. ഐഷ്, ഇങ്ങോട്ട് വാന്നേ. അവളെന്തിനായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക? ഒന്ന് വിളിച്ചു നോക്കിയാലോ? റാസ്കൽ, ഞാൻ വിളിച്ചിട്ട് മനഃപൂർവ്വം കോള് കട്ട് ചെയ്തേ. ഇടിയറ്റ്. അവനാണല്ലോ. എടുക്ക. ഹലോ. ഹലോ, താനെന്തിനാ വിളിച്ചിരുന്നേ? അത് ഞാൻ വിളിച്ചപ്പോ താൻ എന്തിനാ കോള് കട്ട് ചെയ്തേ? അതിവിടെ കുറച്ച് ബിസി ആയിരുന്നു, അതാ കട്ടാക്കിയേ. താനെന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിട്ടല്ലേ വിളിച്ചേ? അതെ, എനിക്ക് തന്നോട് വഴക്കൂടാൻ ഒട്ടും താല്പര്യമില്ല. താൻ എന്തിനാ വിളിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ പറയും, എനിക്ക് കിടന്ന് ഉറങ്ങണം. അത് ആ എഗ്രിമെന്റിന്റെ കാര്യം എന്തായി? ഒക്കെ റെഡിയായോ? ഓ, എഗ്രിമെന്റോ? അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓ, അതറിയാൻ വേണ്ടി വിളിച്ചതാ. അല്ലെങ്കിൽ താൻ നാളെ പറ്റിച്ചാലോ? എഗ്രിമെന്റ് ഒന്നും കൊണ്ടുവരാഞ്ഞാ ഇത് റിയൽ മാരേജ് ആയി പോവല്ലോ. അപ്പൊ അത് തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. എല്ലാം ഓക്കെ അല്ലേന്ന് അറിയാൻ. അങ്ങനെയൊന്നും ഞാനിവിടെ ചെയ്യില്ല. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിച്ചിരിക്കും. പിന്നെന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് താൻ ഇന്നാണോ വന്നേ? ആ, ഞാൻ 2-3 പ്രോഗ്രാം ഏറ്റെടുത്തിരുന്നു. അത് ഇന്നലെയാ കഴിഞ്ഞ്. വെയിറ്റ്, എന്തിനാ ഞാനിതൊക്കെ തന്നോട് പറയുന്നേ? താൻ എന്തിനാ എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നേ? എന്തിന്റെ അവകാശത്തിന്റെ പേരിലാ താൻ അതൊക്കെ ചോദിക്കുന്നേ? എന്താ, തനിക്കൊന്നും മറുപടി പറയാനില്ലേ? വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല, വല്ല പെമ്പിള്ളാരും കൂടെ കറങ്ങാൻ പോയതാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ആണെങ്കിൽ തന്നെ തനിക്കെന്താ? അത് തന്നെ ബോധേടാകുന്ന കാര്യമല്ലല്ലോ. ആണ്, നാളെ നമ്മുടെ മാരേജാ. നമുക്കത് ഫേക്ക് ആണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അതൊരു റിയൽ മാരേജ് തന്നെയാ. അപ്പൊ വേറുള്ളവരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാ ചോദിച്ചേ. അതെ, മറ്റുള്ളവരെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് താൻ എന്റെ ഒരു കാര്യം അന്വേഷിക്കാൻ വരണ്ട. അതിനുള്ള ഒരു അവകാശവും ഞാൻ തനിക്ക് തന്നിട്ടില്ല. നിന്റെ ഒരു കാര്യത്തിലും താൻ അന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇടപെടാനിട്ട് വന്നിട്ടുമില്ല. ഓക്കെ? തന്റെ മേലെ എനിക്കൊരു അവകാശമില്ലെന്ന് തനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. താൻ കെട്ടിത്തന്ന താലി എന്റെ കഴുത്തിലുണ്ട്. ദേ, തന്റെ കുഞ്ഞിന്റെ വയറ്റിലുണ്ട്. നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ ഒന്നുകൂടി എന്നെ താലി കെട്ടാൻ പോവാ. അപ്പൊ എനിക്ക് അവകാശമില്ലെന്ന് പറയാൻ തനിക്കൊരു റൈറ്റും ഇല്ല. ഇതും പറഞ്ഞ് നമ്മുടെ അഞ്ചു ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്ത് പോയി. അത് പിന്നെ ഹലോ കട്ടായ? എന്താ ഇവിടെ ഉണ്ടായേ? അവക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. എന്തായാലും നാളത്തെ താലികെട്ടൊന്ന് കയ്യട്ടെ മോളെ. നിന്നെ ഞാൻ കെട്ടിക്കൂട്ടിയിടുന്നുണ്ട്. ഓ, ഞാൻ എന്തൊക്കെയാ അവനോട് പറഞ്ഞേ. ഉള്ള സമാധാനം പോയി, ഉറക്കം പോയി. ഡോണ്ട് വറി ഡിയർ, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്ന നിമിഷം എന്തൊക്കെ ചെയ്യണമെന്ന് നല്ല പോലെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ? അതെ, അവള് മാത്രല്ല, ഇവിടെ ഞാനും ഒരുങ്ങിയിട്ടുണ്ട്. അതെ, താൻ എത്ര സ്റ്റഡി ചെയ്തിട്ടും കാര്യമല്ല. എന്നെ തന്റെ കൺട്രോളിൽ വരുത്താന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അത് നടക്കാൻ പോകുന്നില്ല. ഓ മൈ ഗോഷ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. ചിപ്പോടാ വൃത്തിയായിട്ടവനെ, നാണല്ലാത്ത. യെസ്, ഐ ആം ഷെയിംലെസ് only for you. So Amis, we are getting married. അതെ, ഈ 26ന് ഇവൻ എന്റെ തലയിലാവാം. 1 year കോൺട്രാക്ട് ആണെങ്കിലും അതുവരെ ഇവനെ സഹിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എടപിടിയും ആയതുകൊണ്ട് എല്ലാവരോടും പറയാൻ പറ്റിയിട്ടില്ല. കാണുന്നവരെല്ലാം വരും. അങ്ങനെ കാണുന്നവരെല്ലാവരും വരണ്ട. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ആമീസ് മാത്രം വന്നാൽ മതി. Got it? സംഭവം ഇതൊരു ഫേക്ക് മാരേജ് ആണെങ്കിലും അവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ എനിക്ക് നല്ല പോലെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുറച്ച് പൊടിക്കൈകളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് സഹായിക്കണേ. അയ്യടാ, എന്തോന്നാ നന്നാക്കി എടുക്കാനോ? അത് എന്നെയല്ല മോളെ, നിന്നെയല്ലേ. ഈ കെട്ടെന്ന് കൈയിട്ട മോളെ, നിന്നെ ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്നുണ്ട്. ഓക്കെ? മനതിലെഴും കുഴപ്പം തന്നെ തീർക്ക നീ ഇങ്ങേയില്ല.